ചോദ്യം 1. ചുവപ്പ് ഓർ പർപ്പിൾ റോഡ് മാർക്കിങ്ങുകൾ പ്രാഥമികമായി ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻസ് എ. സുഗമമായ ഗതാഗതം മനസ്സിലാക്കാൻ. ബി. അപകടം മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നതിന്. സി. കാഴ്ച കുറവുള്ളവർക്ക് റോഡുകൾ തിരിച്ചറിയാൻ. ഡി. തിരക്കേറിയ റോഡുകൾ അറിയാൻ. ശരിയുത്തരം ഓപ്ഷൻ ബി. ചോദ്യം 2. വാഹനത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കാലുള്ള നിർദ്ദേശങ്ങളോ സിഗ്നലുകളോ ഡ്രൈവർ അനുസരിക്കേണ്ടതാണ്. ഏത് നിർദ്ദേശം? ഓപ്ഷൻസ് എ. വാഹനം പിന്നിലേക്ക് തിരിക്കാൻ. ബി. പ്രസ്തുത ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന ഗതാഗത ലൈനിൽ തുടരാൻ. സി. നിർദ്ദിഷ്ട ദിശയിലേക്ക് നീങ്ങാൻ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 3. നിയമം അനുശാസിക്കുന്ന പരിധിക്ക് മുകളിലുള്ള മലിനീകരണമുള്ള വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻസ് എ. ഓടിക്കുന്നത് കുറ്റമാണ്. ബി. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. സി. വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം. ഡി. വാഹനം പതിയെ ഓടിക്കാം. ശരിയുത്തരം ഓപ്ഷൻ എ. ചോദ്യം 4. നിങ്ങൾ പോകുന്ന റോഡിന്റെ ഇടതുവശത്തുള്ള റോഡിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് എ. ലെഫ്റ്റ് ടേൺ സിഗ്നൽ നൽകി മധ്യഭാഗത്ത് നിന്ന് തിരിയുക. ബി. ഹോൺ മുഴക്കി ഇടത്തോട്ട് തിരിയുക. സി. നിങ്ങൾ റോഡിന്റെ ഇടതുവശത്താണെങ്കിൽ ഇടത്തോട്ട് തിരിയാം. ഡി. ഇടത്തേക്കുള്ള ടേൺ സിഗ്നൽ നൽകി ഇടതുവശം ചേർന്ന് തിരിയുക. ലേണേഴ്സ് എക്സാമിന് ഇപ്പോൾ പുതുതായി വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിയുത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 5. ചിത്രത്തിൽ കാണുന്ന ഡാഷ്ബോർഡ് മുന്നറിയിപ്പ് ലൈറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് എ. വിൻഡോ ഗ്ലാസ് താഴ്ത്തിയിരിക്കുന്നു. ബി. പുറകിലെ വിൻഷീൽഡ് ഹീറ്റർ പ്രവർത്തനത്തിലാണ്. സി. പുറകിലെ വിൻഷീൽഡ് ഹീറ്റർ തകരാറിലാണ്. ഡി. മുന്നിലെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു. വീഡിയോ മുഴുവനായി കാണാൻ മറക്കല്ലേ. ശരിയുത്തരം ഓപ്ഷൻ ബി. ചോദ്യം 6. പാർക്കിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് തെറ്റ്? ഓപ്ഷൻസ് എ. പാർക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു വാഹനത്തിന് എതിർദിശയിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ബി. റോഡിന്റെ കർബ് വശത്ത് തുടർച്ചയായി മഞ്ഞ വര ഉള്ളിടത്ത് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. സി. നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാത്ത ഏത് സ്ഥലത്തും വാഹനം പാർക്ക് ചെയ്യാം. ഡി. കാൽനടപ്പാതയിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ശരിയുത്തരം ഓപ്ഷൻ സി. ചോദ്യം 7. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കുന്നത്? ഓപ്ഷൻസ് എ. മഴയത്ത്. ബി. മൂടൽമഞ്ഞിൽ. സി. രാത്രിയിൽ. ഡി. ശക്തമായ കാറ്റിൽ. ശരിയുത്തരം ഓപ്ഷൻ എ. ചോദ്യം 8. ഒരു വാഹനത്തിന്റെ ചുമതലയുള്ള വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരാളെ തന്റെ വാഹനം ഓടിക്കാൻ അനുവദിച്ചാൽ എന്താണ് പിഴ? ഓപ്ഷൻസ് എ. 1000 രൂപ പിഴ. ബി. 2000 രൂപ പിഴ. സി. 5000 രൂപ പിഴ. ഡി. 10000 രൂപ പിഴ. ശരിയുത്തരം ഓപ്ഷൻ സി. ചോദ്യം 9. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് എ. കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസിംഗ്. ബി. കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസിംഗ്. സി. റോഡ് അടച്ചിരിക്കുന്നു. ഡി. മുന്നിൽ തടസ്സം. ശരിയുത്തരം ഓപ്ഷൻ ബി. ചോദ്യം 10. ഒരു റെയിൽവേ ക്രോസിംഗിനെ സമീപിക്കുമ്പോൾ ഡ്രൈവർ വേഗത കുറയ്ക്കുകയും ഡാഷ് ചെയ്യുകയും വേണം. ഓപ്ഷൻസ് എ. റോഡിന്റെ ഇടതുവശത്ത് തുടരുക. ബി. ഒരു റെയിൽവേ ക്രോസിംഗിന്റെ തടസ്സങ്ങൾ മറികടക്കരുത്. സി. റെയിൽവേ ക്രോസിംഗിന്റെ തടസ്സങ്ങൾക്കുള്ളിൽ വാഹനം പാർക്ക് ചെയ്യരുത്. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 11. കൃത്യമായി സർവീസ് ചെയ്ത വാഹനം ഡാഷ് നൽകും. ഓപ്ഷൻസ് എ. കുറഞ്ഞ ഇൻഷുറൻസ് പ്രീമിയം.
ബി നിങ്ങളുടെ റോഡ് ടാക്സ് റീഫണ്ട്, സി മികച്ച ഇന്ധനക്ഷമതയും കുറഞ്ഞ അന്തരീക്ഷ മലിനീകരണവും, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ സി. ചോദ്യം 12. ഒരു വസ്തുവിൻ്റെ പ്രവേശന കവാടത്തിലോ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലോ ഒരു വാഹനം ഡാഷ്. ഓപ്ഷൻസ് എ പാർക്ക് ചെയ്യരുത്, ബി നിർത്തരുത്, സി പുറകോട്ടെടുക്കരുത്, ഡി മൂന്നും ശരിയാണ്. ശരിയുത്തരം ഓപ്ഷൻ എ. ചോദ്യം 13. PUCC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ഓർ ക്യാൻസലേഷൻ, ബി പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്, സി പൊല്യൂഷൻ അൺകൺട്രോൾഡ് സർട്ടിഫിക്കറ്റ്, ഡി പൊല്യൂഷൻ അണ്ടർ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ്. ശരിയുത്തരം ഓപ്ഷൻ ബി. ചോദ്യം 14. ചിത്രത്തിൽ കാണുന്ന പോലീസ് ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് എ മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്തി ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു, ബി മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്തി പിന്നിലൂടെ വരുന്ന വാഹനങ്ങളെ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു, സി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു, ഡി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി. ചോദ്യം 15. വാഹനത്തിലെ ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഓണാക്കേണ്ടത്? ഓപ്ഷൻസ് എ നമ്മൾ ഒരു ക്രോസ് ജംഗ്ഷനിൽ നേരെ പോകുകയാണെന്ന് മറ്റ് ഡ്രൈവർമാരെ സൂചിപ്പിക്കാൻ, ബി വാഹനം തകരാറായി കാരിയേജ് വേയിൽ നിൽക്കുമ്പോൾ, സി മറ്റ് ഡ്രൈവർമാർക്ക് നമ്മൾ നേരെ ഒരു റൗണ്ടിൽ പോകുന്നുവെന്ന് സൂചിപ്പിക്കാൻ, ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി. ചോദ്യം 16. തേർഡ് രജിസ്ട്രേഷൻ മാർക്ക് ഉൾപ്പെടെയുള്ള ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്നു മുതലാണ് വാഹനത്തോടൊപ്പം വാഹന നിർമ്മാതാക്കൾ നൽകുന്നത്? ഓപ്ഷൻസ് എ 2019 ഏപ്രിൽ 1-ാം തീയതി മുതൽ, ബി 2018 ഏപ്രിൽ 1-ാം തീയതി മുതൽ, സി 2018 ഒക്ടോബർ 1-ാം തീയതി മുതൽ, ഡി 2019 ഒക്ടോബർ 1-ാം തീയതി മുതൽ. ശരിയുത്തരം ഓപ്ഷൻ എ. ചോദ്യം 17. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻസ് എ ബാറ്ററി ചാർജ് ആകുന്നു, ബി ബാറ്ററി ചാർജ് ആകുന്നില്ല, സി ബാറ്ററി നല്ലതാണ്, ഡി പെട്രോൾ പമ്പ്. ശരിയുത്തരം ഓപ്ഷൻ ബി. ചോദ്യം 18. ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ചക്രങ്ങൾ ലോക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. ഇത് ടയറുകൾ ഡാഷ് ആകുന്നത് ഒഴിവാക്കുന്നു. ഓപ്ഷൻസ് എ കുറഞ്ഞ ടയർ മർദ്ദം, ബി തേയ്മാനം, സി പഞ്ചർ, ഡി സ്കിഡ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 19. PSL തത്വം അനുസരിച്ച് ലുക്ക് ഘട്ടം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻസ് എ നിങ്ങൾ ശരിയായ വേഗതയിലാണ് പോകുന്നതെന്ന് ഉറപ്പാക്കാൻ, ബി നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിനു മുമ്പ് അന്ധതയിലോ അപകടകരമായ സ്ഥാനങ്ങളിലോ ആരും ഇല്ലെന്ന് ഉറപ്പാക്കാൻ, സി റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടോയെന്ന് പരിശോധിക്കാൻ, ഡി നിങ്ങളുടെ കണ്ണാടികൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ. ശരിയുത്തരം ഓപ്ഷൻ ബി. ചോദ്യം 20. PSL തത്വം അനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുന്നതിനു മുൻപ് ആദ്യമായി പരിശോധിക്കേണ്ടത്? ഓപ്ഷൻസ് എ നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത, ബി നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ, സി റോഡിൻ്റെ സ്ഥാനം, ഡി നിങ്ങളുടെ പുറകിലെ വാഹനങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ സി. ചോദ്യം 21. ചിത്രത്തിൽ കാണുന്ന പച്ച നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷിനെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻസ് എ
കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ. ബി. കാരിയേജ് വേയുടെ മധ്യഭാഗം. സി. ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ. ഡി. കാരിയേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ. ശരിയുത്തരം ഓപ്ഷൻ സി. ചോദ്യം 22. യു-ടേൺ എടുക്കുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ ഏതാണ്? ഓപ്ഷൻസ് എ. ഇടത്തേക്ക് തിരിയുന്ന സിഗ്നൽ. ബി. വലത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ. സി. സ്റ്റോപ്പ് സിഗ്നൽ. ഡി. വലത്തേക്ക് തിരിയുന്നതിനൊപ്പം വേഗത കുറയ്ക്കുക. ശരിയുത്തരം ഓപ്ഷൻ ബി. ചോദ്യം 23. വിന്റേജ് മോട്ടോർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര? ഓപ്ഷൻസ് എ. 1 വർഷം. ബി. 5 വർഷം. സി. 15 വർഷം. ഡി. 10 വർഷം. ശരിയുത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 24. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 112 പ്രകാരം ഓപ്ഷൻസ് എ. മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ പാടില്ല. ബി. വേഗത പരിധി കവിയാൻ പാടില്ല. സി. വാഹനത്തിന്റെ മൊത്തം ഭാരം കവിയാൻ പാടില്ല. ഡി. നികുതി അടയ്ക്കാതെ റോഡിൽ വാഹനം ഉപയോഗിക്കരുത്. ശരിയുത്തരം ഓപ്ഷൻ എ. ചോദ്യം 25. റിയർവ്യൂ മിററിന്റെ ഉപയോഗം എന്താണ്? ഓപ്ഷൻസ് എ. ബ്ലൈൻഡ് സ്പോട്ട് കാണുന്നതിന്. ബി. പിൻസീറ്റ് യാത്രക്കാരനെ കാണുന്നതിന്. സി. പിന്നിൽ നിന്ന് വരുന്ന ഗതാഗതം നിരീക്ഷിക്കുന്നതിന്. ഡി. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ സി.